എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില അറിയിപ്പുകളാണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം പെൻഷൻ പ്രഖ്യാപിച്ചത് നിങ്ങളെ അറിയിച്ചിരുന്നു. അതിനു പുറമെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ വിവാദമായ പ്രസ്താവന ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും. പെൻഷൻ വാങ്ങുന്നവർ 80 വയസ്സ് കഴിയുമ്പോൾ മരിക്കുന്നില്ല എന്നൊരു ആവലാതിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നലെ NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ സജി ചെറിയാൻ ഈ സമയത്താണ് അദ്ദേഹം ഒരു വിവാദമായ പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനത്ത് മരണസംഖ്യ കുറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ പെൻഷൻ ബാധ്യത കൂട്ടിയെന്നാണ്. പെൻഷൻ പറ്റുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിലുള്ളത്. മരണസംഖ്യ വളരെയധികം കുറഞ്ഞു, എല്ലാവരും മരിക്കണമെന്നല്ല ഈ പറയുന്നതെന്നും അദ്ദേഹം ഇടയ്ക്ക് പറയുന്നുണ്ട്. എങ്കിലും പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും പറയുന്നു. ആരോഗ്യ പരിപാലനത്തിൽ കേരളം ഒന്നാമതാണ്, അതും വലിയ പ്രശ്നമാണ്. അതായത് ആരോഗ്യ പരിപാലനത്തിൽ കേരളം ഒന്നാമതായതുകൊണ്ട് തന്നെ ആളുകൾ ദീർഘായുസ്സോടുകൂടി ജീവിക്കുന്നു, അതും പ്രശ്നമാണ്. ജനിക്കുന്നത് മാത്രമല്ല മരിക്കുന്നതും കുറവാണെന്നും മന്ത്രി പറയുന്നു. 80, 90, 95, 100 വയസ്സ് വരെ ജീവിക്കുന്നവർ ഇവിടെയുണ്ട്. 94 വയസ്സായ എൻ്റെ അമ്മ വരെ പെൻഷൻ വാങ്ങുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എന്തിനാണ് പെൻഷനെന്ന് ഞാനും അമ്മയോട് ചോദിക്കാറുണ്ട്. വല്ലാത്തൊരു വേവലാതിയായിപ്പോയി മന്ത്രിയുടേത് എന്തായാലും. അതായത് പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരോ ഇപ്പോൾ സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകളോ ദീർഘായുസ്സോടുകൂടി ജീവിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആശങ്ക കാണുമ്പോൾ വല്ലാത്ത അത്ഭുതമാണ് തോന്നുന്നത്. സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഭീമമായിട്ടുള്ള തുക പെൻഷൻ നൽകണം എന്നുള്ള അഭിപ്രായം നമുക്കില്ല. പക്ഷേ അതിന് ഒരാളുടെ ആയുസ് മരിക്കണം എന്നാഗ്രഹിക്കുന്നത് ക്രൂരമായിട്ടുള്ള ആഗ്രഹമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാൻ മറക്കരുത്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു കൂടി അനുവദിച്ചു. 60 ലക്ഷം പേർക്ക് 1600 രൂപ വീതമാണ് ലഭിക്കുന്നത്. വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതാണ്. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതാണ്. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിലേക്ക് പെൻഷൻ എത്തി കൈമാറുന്നതാണ്. 8,80,456 പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിഹിതം സർക്കാരിൽ നിന്ന് നൽകേണ്ടതായിട്ടുണ്ട്. ഇതിനാവശ്യമായ 24.31 കോടി രൂപയും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്നും ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നതും അതിൻ്റെ ഒരു താമസം ഉണ്ടായിരിക്കുന്നതാണെന്നും ധനമന്ത്രി KN ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുകയുണ്ടായി. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.